നമസ്കാരം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഒരു ബട്ടർ ചിക്കൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് ചിക്കൻ ബോൺലെസ് ആയാലും കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകമായി ബോണുള്ളതാണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ്. ഇത് നമുക്ക് ആദ്യം ഇച്ചിരി മസാലയൊക്കെ പറ്റി വെക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ചിക്കനിൽ ഇച്ചിരി മസാല പറ്റി വെക്കണം. അതിന് നമുക്ക് ഇച്ചിരി നാരങ്ങ നീര്, ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇച്ചിരി എണ്ണ, ഇച്ചിരി കസ്തൂരി മെത്തി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ബട്ടർ ചിക്കൻ്റെ മസാല, ഇച്ചിരി മീറ്റ് മസാല. ഇത്രയെല്ലാം കൂടെ പരത്തി നമുക്ക് വെക്കാം. ഓക്കെ, നമുക്കൊരു ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി വേണ്ടത് സവോള, അര കിലോ സവോള, 500 ഗ്രാം സവോള ഉണ്ട്, 400 ഗ്രാം ടൊമാറ്റോ ഇച്ചിരി കൂടുതൽ വേണം, അത് 400 ഗ്രാം എടുത്തേക്കുന്നു. ഇച്ചിരി കാഷ്യൂനട്ട്, പിന്നെ എണ്ണ, കസ്തൂരി മേത്തി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. ഇത് ഹോൾ മസാല, നമ്മൾ എണ്ണക്കകത്ത് ഇടാനായിട്ട് ഹോൾ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഇച്ചിരി ബട്ടർ ചിക്കൻ മസാല ഓപ്ഷനിലാണ്. അത് മീറ്റ് മസാല ഇട്ടാലും മതി. ബട്ടർ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് മീറ്റ് മസാല ഇട്ടാലും മതി. ബട്ടർ ചിക്കൻ മസാല നമുക്ക് കടകളിൽ കിട്ടും, അത് മേടിച്ചിൽ ഒരു സ്പൂൺ ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ചിക്കൻ പുരട്ടി അരമണിക്കൂർ വെച്ചതായിരുന്നു, അത് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, എന്നാൽ ഷാലോ ഫ്രൈയും അല്ല, ഒരു മീഡിയം ഫ്രൈയിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനകത്തൊരു അല്പം എണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം ബട്ടർ, ചൂടായി ബട്ടറൊക്കെ ഉരുകി വന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണ ബട്ടറും ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് ഓരോ ചിക്കൻ ഇട്ടെടുത്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല, എന്നാൽ ഷാലോ ഫ്രൈയും അല്ല, എന്നാൽ പരുവത്തിൽ മീഡിയം എടുക്കണം. ഈ ഒരു പരുവത്തിനെടുക്കണം. ഡീപ്പ് ഫ്രൈ ആകല്ലേ, ഡീപ്പ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ കട്ടിയാവും. ഉണ്ടാക്കാൻ തുടങ്ങുക. നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയുണ്ടല്ലോ, അത് ആ പാത്രം തന്നെ യൂസ് ചെയ്യാം. അതിനകത്ത് ഇച്ചിരി ഹോൾ മസാല, പെരുംജീരകം, കറുവപ്പട്ട, ഏലക്ക, 2 ഗ്രാമ്പൂ, ഇത് ആയിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒത്തിരി ചുമക്കൊന്നും വേണ്ട, നമ്മൾ മറ്റേ ചിക്കൻ കറി വെക്കുന്ന പോലെ ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് വന്നാൽ മതി. കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക, ഇച്ചിരി മഞ്ഞളും ഇട്ട് കൊടുക്കുക. ഈ സവോള എളുപ്പം നമുക്ക് വഴറ്റിട്ട് സവോള ഏകദേശമായി, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്തു, അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോ എടുത്തിട്ട് ടൊമാറ്റോയും കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിത് മസാലയിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ എൻ്റെ അമ്മയുടെ ഒരു അനുഭവ കഥയാണ്. കോമഡിയല്ല, ഇച്ചിരി സീരിയസ് കഥയാണ്. അപ്പം എൻ്റെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങളൊക്കെ വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ വിഷമിച്ചിട്ടുണ്ട്. ദുബായിക്ക് രോഗിയായിട്ടൊക്കെ ഇരിപ്പായിരുന്നു. അപ്പം
അമ്മയാ സഹോദരങ്ങളെല്ലാം അവിടെ കൂടിയൊക്കെ ആയിരുന്നു വീട് ഇങ്ങനെ നോക്കും. അപ്പം അമ്മയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ഇങ്ങനെ ഈ ചട്ടി, ചെറിയ ചട്ടി, വലിയ ചട്ടിയല്ല, കുഞ്ഞു കുഞ്ഞു ചട്ടികൾ. പിന്നെ കുരുമുളക് മേടിച്ച് വെക്കുക, കാപ്പിക്കുരു മേടിച്ച് വെക്കുക, എന്നിട്ട് അത് കൊണ്ട് വില കൂടുമ്പോൾ കൊണ്ട് വെക്കുക. അങ്ങനെയൊക്കെ ചെറിയ പരിപാടി. അപ്പോൾ ആ കൂടെ അമ്മയ്ക്ക് ഈ ഓല മടഞ്ഞ് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്നൊക്കെ കൂടുതൽ ഓല വീടുകളാണ് കൂടുതലും എല്ലാവർക്കും. അപ്പം ഓല മടഞ്ഞ് വെക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളൊരു അപ്പച്ചന് 10-25 ഏക്കർ സ്ഥലമുള്ളതാണ്. അപ്പോൾ അവരുടെ തെങ്ങ് കയറാൻ വരും. അപ്പോൾ തെങ്ങ് കയറാൻ വരുമ്പോഴത്തേന് എല്ലാ മാസവും കാണും തേങ്ങ ഇടാനായിട്ട് അവർ. കാരണം ഒരു സൈഡിൽ നിട്ട് വരുമ്പോഴത്തേന് അടുത്ത സൈഡിലായി കഴിയും. അപ്പം അമ്മ അപ്പച്ചൻ്റെ ഒന്നായിരുന്നു ഓല മേടിച്ചിങ്ങനെ മടഞ്ഞൊക്കെ വിൽക്കുന്നത്. ഒരു പ്രാവശ്യം അമ്മയോട് ചെന്ന് ഓല എടുക്കാൻ ചെന്നപ്പം പറഞ്ഞു, എടുക്കാൻ പാടില്ല, നീ എടുക്കണ്ട, നിനക്ക് തരാൻ പറ്റത്തില്ല. വേറെ ഒരാൾക്ക് കൊടുത്തു ഓലയല്ല. അപ്പോൾ അമ്മ അവിടെ നിന്ന് പിന്നെ വിഷമിച്ച് പോയി. കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് 10-20 വർഷം, 40 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന്, 40 വർഷമൊക്കെ കഴിഞ്ഞ് കാണും. ആ വസ്തു അവർ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് അതിൽ നിന്നൊരു ഭാഗം എൻ്റെ ചേട്ടൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അമ്മ അത് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വീഴുന്നത്. ഞാൻ ചോദിച്ചെൻ്റെ അമ്മ ഇങ്ങനെ കരയുന്നെന്ന് ചോദിച്ചപ്പം അമ്മ ഒരു തെങ്ങുകുറ്റി കാണിച്ചിട്ട് പറഞ്ഞു, ആ തെങ്ങുകുറ്റിയുടെ ചോട്ടിൽ നിന്നാണ് എന്നെ അപ്പച്ചൻ ഇറക്കി വിട്ടത്, ഓല തരാവുന്നത്. അപ്പോൾ ആ സ്ഥലം നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയതിൽ ഉള്ള സന്തോഷം അങ്ങോട്ട് കരഞ്ഞാന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അന്നേരം നമുക്ക് തോന്നും ഇത് സന്തോഷം കൊണ്ടുവരുന്നതാണ്. പക്ഷേ പിന്നീട് തലമുറകൾക്ക് കഴിയുമ്പോൾ അതൊക്കെ തിരിച്ചു വരുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ വളരെ ചിന്തിച്ചും എടുത്തും വേണം ചെയ്യാൻ. കാരണം ദൈവം നമ്മളോട് നേരിട്ട് പ്രതികാരമൊന്നും ചെയ്യത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഇടയ്ക്ക് വരാം. എല്ലാവർക്കും ഒരു സന്തോഷമാകാം വരാം. നമുക്ക് എപ്പോഴും നമ്മൾ താങ്ങി കിടക്കത്തില്ല. അവർക്ക് ഉയർച്ചയുണ്ടാവും. എപ്പോഴും ഉയർന്നു നിൽക്കുന്നവർ താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും. അത് രണ്ടും നമ്മൾ ചിന്തിച്ച് വേണം ജീവിക്കാൻ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കാഷ്യൂനട്ട് ഇടാം, അരച്ച് പേസ്റ്റ് പോലെ. ഒരു ഗ്രേവി നല്ല തിക്കായിരിക്കണം. ഇച്ചിരി കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് ഇട്ടു, മസാല, ബാക്കി വന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ഇത് ബട്ടർ ചിക്കൻ മസാല. നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ കടയിൽ അവൈലബിൾ ആണ്. ഈ നോർത്ത് ഇന്ത്യൻ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടുക ബട്ടർ ചിക്കൻ മസാല. ഇത് കാശ്മീരി ചില്ലിയാണ്, നോർമൽ മുളക് പൊടിയല്ല. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറുള്ള. ഇതിനകത്തെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കസൂരി മെത്തി, ഈ നമ്മുടെ ഉലുവായില, അത് ശകലം പൊടിച്ച് ചേർക്കുന്നതും ചിക്കൻ വറുക്കുമ്പം ചേർക്കുന്നതും മസാലയ്ക്കകത്ത് ചേർക്കുന്നു. നല്ല ഗ്രേവി നമുക്കൊന്നുകൂടെ അരച്ചെടുക്കാം. ഈ ഗ്രേവി ഉണ്ടല്ലോ തണുത്ത് കഴിയുമ്പോൾ, ഒരു ചൂടോടെ അരക്കല്ലേ, ചൂടോടെ അരച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പോകും. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് ഗ്രേവി ഈ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ ബ്ലണ്ടർ ഉണ്ടെങ്കിൽ ബ്ലണ്ടറിനകത്ത് ഇട്ട് ചേർത്താലും മതി. അത് വലുതൊക്കെ ആണെങ്കിൽ ഒത്തിരി പേർക്കൊക്കെ ചെയ്യണമെങ്കിൽ ബ്ലണ്ടറിനകത്താണ് ചെയ്യാൻ. എന്നിട്ട് അരിച്ചെടുക്കാൻ നല്ല, അരിച്ചെടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൂട്ടാനല്ലേ അരിച്ചെടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുറത്ത് ചെയ്യുവാണെങ്കിൽ അരിക്കും വെച്ചിട്ട്. ഗ്രേവി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിനി മസാലയാക്കി എടുക്കാം. ഇത് ഇച്ചിരി ബട്ടർ ആദ്യം പാത്രത്തിൻ്റെ അടിയിലോട്ടിട്ട് കൊടുക്കുക. ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ഇച്ചിരി ബട്ടർ. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് നല്ലപോലെ അരഞ്ഞതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുത്തില്ല, നമുക്ക് വീട്ടിലോട്ടാണ്ട് അരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് ഫങ്ഷനൊക്കെ ചെയ്യുവാണെങ്കിൽ അരിച്ച് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പം അരച്ചില്ലേലും കുഴപ്പമില്ല.
ഇത് നമുക്ക് കഴുകി ഒഴിക്കാം. ഇത് നമ്മുടെ മിക്സി കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കാം. ഓക്കെ, നമ്മുടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേന് നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിത് ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നു, എണ്ണയൊക്കെ തിളഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനകത്തോട്ട് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ എല്ലാം മെയിൻ സാധനമായി കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ. നമുക്ക് ഇത് സെയിം ആണ് നമ്മൾ ബട്ടർ പനീർ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കുറച്ച് ഡബിൾ ക്രീം. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി, ഇത് ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒഴിക്കണ്ട. ഡബിൾ ക്രീം ഒഴിച്ചിട്ട് കൊണ്ട് തിളപ്പിക്കാൻ നിൽക്കണ്ട, ഒന്ന് ആവി കയറിയാണ്. ആയിട്ട് നമുക്ക് ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ്. ബട്ടർ ഇട്ട് കൊടുത്തു. ഫിനിഷ്. നമ്മുടെ കറി ഇവിടെ റെഡി. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയി. നോക്കി നല്ല തിക്ക് ഗ്രേവിയിൽ ചിക്കനൊക്കെ നല്ല കണ്ടാൽ തന്നെ നല്ല ഇതുണ്ട്. നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരി, ഉപ്പും പുളി എല്ലാം കറക്റ്റായിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ബട്ടർ ചിക്കൻ ഈസിയാണ് ചെയ്യാൻ, നല്ല വലിയ സ്പൈസി ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത്. താങ്ക് യു.